പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വീണ്ടും ജനിപ്പിക്കുന്ന ഈ ദൈവമേ, സ്വർഗീയ പിതാവ്, അങ്ങയുടെ എപ്പോഴുള്ള വാസം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി അത് ഈ ലോകത്തിലും പരലോകത്തിലും അത് അങ്ങയുടെ ദാനമാകാൻ സ്തോത്രം ചെയ്യുന്നു. ആ വലിയ വിശ്വാസത്തോടെ പ്രത്യാശയോടെ അങ്ങയുടെ സ്ഥിതിയിലായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകും. കർത്താവേ, ഇന്ന് സൺഡേ സ്കൂൾ പ്രസ്ഥാനവും വലുദിന പെരുന്നാളായി ആചരിക്കുന്നു. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും അങ്ങയുടെ സ്വർഗീയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണം. ആരാധിക്കാൻ എത്തിയ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വരുവാനുള്ളവരെയും കരങ്ങളിൽ ഏൽപ്പിച്ചു. കാലഘട്ടത്തിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ഏകാഗ്ര ഹൃദയത്തോടെ അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഭവനങ്ങളിലിരുന്ന് ആരാധിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സാന്നിധ്യം കൂടെ ഇരിക്കണം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. ഇരിക്കുന്നവരും നിൽക്കുന്നവരും ബെഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അകലം പാലിച്ച് മാത്രമേ ഇരിക്കാവൂ. പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒന്നിടവിട്ടുള്ള ബെഞ്ചുകളിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ദയവായി ശ്രദ്ധിക്കുന്നു. ഒന്നിടവിട്ടുള്ള ബെഞ്ചുകൾ. നമ്മുടെ വലിയ ചർച്ചാണ്. ഇഷ്ടംപോലെ ആൾക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കും. ദയവായി മാർക്ക് ചെയ്തനുസരിച്ച് ക്രമീകൃതമായി ഇരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. പ്രാർത്ഥിക്കും. കീർത്തനം 37 കീർത്തനം. Oh
പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങൾ അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കാനും നിന്റെ പരിശുദ്ധാത്മത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിന്റെ മുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. ഇല്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വേണ്ടിയെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവായ ഇസ്രായേലിലേക്ക് നമ്മുടെ ദൈവം ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാവുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയും ഇല്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയരെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധതയും കേൾപ്പാൻ കർത്താവിന്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കും. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ചോദന ചെയ്ത് വിശ്വാസവും അനുതാപത്തോടെ അവരിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെ കുറിച്ച് നേരായ താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് മേലാൽ അവന്റെ വിശുദ്ധ വഴികളിൽ കൂടി നടന്നുകൊണ്ട് പുതിയ ജീവൻ നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമുക്ക് ഒരുമിച്ച് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടാകുന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. എന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം സത്യമായ ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നു വേണ്ടവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും
നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യത്തിൽ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെ തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടാകും. നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവൻ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യാജീവനത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. പെന്തക്കോസ്തിന് പിമ്പ് 11-ാം ഞായറാഴ്ചയ്ക്കുള്ള പ്രത്യേക അപേക്ഷ ബപ്തിസ്മ എന്ന സക്രമന്ത്. പരിശുദ്ധാത്മാവിന് ഞങ്ങളെ കഴുകി വെടിപ്പാക്കി പുതുജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത ഉന്നതനും സ്നേഹാർദ്ദനുമായ ദൈവമേ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നതിന്റെ സാരാംശം അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവരാജാനുഭവത്തിൽ ജീവന്റെ പൂർണ്ണത അനുഭവിക്കുവാൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടി ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാഠഭാഗങ്ങൾ ഇപ്പോൾ വായിച്ചു. പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും ഇസ്രായേലിന്റെ സൈന്യം തമ്മിൽ അടുക്കാത്ത വണ്ണം അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന് നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സമൂഹത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ നോക്കി. ഇസ്രായേൽ സൈന്യത്തെ താറുമാറാക്കി. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അത് കണ്ട മിസ്രൈമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യർ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രൈമ്യരുടെ മേലും അവരുടെ രഥങ്ങളിലും കുതിരപ്പടമേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടലിന്മേൽ കൈനീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രൈമ്യർ അതിന് എതിരായി ഓടി. യഹോവ മിസ്രൈമ്യരെ കടലിന് നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവർ ഒരുത്തം പോലും ശേഷിച്ചില്ല. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേലർ കാണുകയും ചെയ്തു. യഹോവ മിസ്രൈമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ട് യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. ഇങ്ങനെ ഇവിടെ പാഠഭാഗം അവസാനിക്കുന്നു.
സങ്കീർത്തനം ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 32. സങ്കീർത്തനം നമുക്ക് വാക്കുപൂർവ്വമായി വായിക്കാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നീ എനിക്ക് മറുപടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവക്കഴുതയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുന്നില്ല. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിക്കും. ഹൃദയ പരമാർത്ഥങ്ങൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിക്കും. കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ. ടൈറ്റസ് ചാപ്റ്റർ 3 verses 3 to 8. തീത്തോസ് 3 മുതൽ 8 വരെ. മുൻപ് നാം കുട്ടികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമൃഗങ്ങൾക്കും ഭോഗവും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകിക്കുന്നവരും ആയിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം എന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും ആകുന്നു. ഇവിടെ പാഠം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ കേൾപ്പി. സെയിന്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 1 to 8. യോഹന്നാൻ 3:1 മുതൽ 8 വരെ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദേമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദേമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിനു യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല.
ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം. ഇതാകുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. കീർത്തനം 368. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലും ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള ഭാഗ്യവും പദവിയും സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്നുവല്ലോ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബപ്തിസ്മ എന്ന സാക്രമം. ബപ്തിസ്മ എന്ന സാക്രമം. സാക്രമന്ത് എന്ന പദം സ്ഥിരീകരണ നാളുകളിൽ നമ്മളൊക്കെ പഠിച്ചത് നാം അകമേ പ്രാപിക്കുന്ന കൃപയുടെ പുറമെയുള്ള അടയാളം. പുറമെയുള്ള അടയാളം മാത്രമാണ് വെള്ളം എന്ന് അന്ന് നാം പഠിച്ചു. എന്നാലും പലപ്പോഴും നമ്മുടെ മനസ്സിൽ സംശയങ്ങളേറെ. ശിശുസ്നാനം വേണോ, മുതിർന്ന സ്നാനം വേണോ, എത്ര പ്രാവശ്യം സ്നാനപ്പെട്ടാൽ രക്ഷപ്പെടും? ഇതൊക്കെ നമ്മുടെ മനസ്സിലെ ആദികൾ. 16 പ്രാവശ്യം സ്നാനപ്പെട്ടവരുമുണ്ട്. ഓരോ സഭയിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാം സ്നാനമെടുക്കും. എവിടെയാ രക്ഷയെന്ന് അവർക്ക് തിരുവചനത്തിലൂടെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ചെയ്യുന്നത്. ഇന്ന് സുവിശേഷ പാഠഭാഗമായിട്ട് നാം വായിച്ചു കേട്ടു. കർത്താവായ യേശു ക്രിസ്തുവും നിക്കോദേമോസുമായുള്ള സംഭാഷണം.
ആ സംവാദത്തിനിടയിൽ ചില കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തും. യേശു തന്നെ നേരിട്ട് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം. നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാനായിട്ട് കഴിയുകയും. നിക്കോദീമോസ് ഒരു വലിയ പ്രമാണിയായിരുന്നു. സന്നദ്രീം സംഘത്തിലെ ഒരു അംഗമായിരുന്നു. നന്നായിട്ട് പഠിച്ചും കണ്ടും കേട്ടും ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ചും ജീവിച്ച ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് നീ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്കലാപ്പിലായി. അദ്ദേഹം ചോദിക്കുക, ഞാൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടക്കണം, എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടത്? യേശു പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. തൊട്ട് അടുത്ത ഭാഗം യേശു തന്നെ പറയുന്നത് എന്താണ് വെള്ളവും ആത്മാവും? ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. രണ്ട് ജനനമേ ഉള്ളൂ എന്ന് യേശു ഓർപ്പിക്കുന്നു. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. ജഡത്താൽ നമ്മളൊക്കെ ജനിപ്പിക്കപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാരാൽ മാതാപിതാക്കന്മാരാൽ നമ്മളൊക്കെ ജനിച്ചവർ. ഇനി ഒരു ജനനം കൂടിയുണ്ട് എന്ന് യേശു നിക്കോദീമസിനോട് പറയും. അത് ആത്മാവിനാലുള്ള ജനനം. അതെങ്ങനെ ജനിക്കണം എന്നും യേശു ഓർപ്പിക്കുന്നു. ആത്മാവിൽ ജനിക്കണം. ഇന്നത്തെ ലേഖന പാഠഭാഗം, തീത്തോസിന് എഴുതിയ ലേഖനം, അവിടെ തീത്തോസിനോട് ഇപ്രകാരം ഓർപ്പിക്കുന്നു, നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, തന്റെ കരുണ നിമിത്തമത്രേ രക്ഷിച്ചത്. അങ്ങനെയാണ് പുനർജനന സ്നാനം ലഭിക്കുന്നത് എന്ന് തീത്തോസിനെ ഓർപ്പിക്കും. നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല, തന്റെ കരുണപ്രകാരം അത്രേ നാം രക്ഷ പ്രാപിച്ചിരിക്കും. പലപ്പോഴും ഞാൻ സ്നാനപ്പെട്ടത് എന്റെ മിടുക്കായി നമ്മളൊക്കെ ചിത്രീകരിക്കാറ്. സ്നാനം വലിയൊരു പ്രവൃത്തിയാണ്. ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചത് എന്ന് നമ്മളൊക്കെ അവകാശപ്പെടാം. ഏതെങ്കിലും മകനോ മകൾക്കോ പറയുവാൻ സാധിക്കുമോ, എന്റെ നല്ല പ്രവൃത്തികൾ കൊണ്ട് അപ്പൻ എന്നെ ജനിപ്പിച്ചതെന്ന്? ഒന്ന് ചിന്തിച്ചാൽ അതിന്റെ കാര്യം വ്യക്തം. ഞാൻ ചെയ്ത നല്ല പ്രവൃത്തികൾ കൊണ്ടാണ് അപ്പൻ എന്നെ ജനിപ്പിച്ചതെന്ന് നമുക്ക് ആർക്കെങ്കിലും അവകാശപ്പെടുവാൻ സാധിക്കും? കഴിഞ്ഞ നാളുകളിൽ സ്നാനത്തെപ്പറ്റി ഒരുപാട് ദുർഭാഷണങ്ങൾ നമ്മളൊക്കെ കേട്ടു. നാടിന് സ്നാനവും വേണ്ട, സ്വന്തം ജീവൻ രക്ഷിച്ച് എവിടെങ്കിലും ഇരുന്നാൽ മതി എന്നുള്ള ചിന്ത പലരുടെയും മനസ്സിൽ കൂടി. ഇത് തന്നെയാണ് വേദപുസ്തകത്തിന്റെ അന്തസ്സത്തെ എന്ന് പറയുന്നത്. നമ്മുടെ നീതി പ്രവൃത്തികൾ കൊണ്ട് നാം പ്രാപിക്കുന്നതല്ല. അതാണ് യേശു പറയുന്നത്, കാറ്റിഷ്ടമുള്ളിടത്ത് ഊതുന്നു. അങ്ങനെയാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. കാറ്റിഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന് ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. കാറ്റ് എവിടെ നിന്നാ വരുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടേക്കാ പോകുന്നതെന്ന് ആരും കണ്ടിട്ടുണ്ടോ? അതുപോലെയാണ് വീണ്ടും ജനനവും അല്ലെങ്കിൽ നമ്മുടെ ജനനവും എന്ന് ഓർപ്പിക്കുക. നമ്മുടെ ജഡീക ജനനത്തെ പറ്റി തന്നെ ചിന്തിച്ചാൽ നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നമ്മൾ ജനിക്കണമെന്നുള്ളത്? നമ്മൾ ആരെങ്കിലും വിചാരിച്ചു? നമ്മുടെ ഇഷ്ടപ്രകാരമാണോ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നമ്മളെ നൽകിയത്? സ്വർഗത്തിലെ തമ്പുരാന്റെ പദ്ധതി വീണ്ടും ജനനവും അതുപോലെ തന്നെയാണ് എന്ന് യേശു ഇവിടെ പഠിപ്പിക്കുക. കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുക ദൈവത്തിന്റെ പദ്ധതിയാണ്. ആര് ജനിക്കണം, ആര് ജനിക്കണ്ട എന്നുള്ളത്. അത് 6 മാസം ഉള്ള കുഞ്ഞിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അമ്മ എലിസബത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ
പിള്ള അവളുടെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളണമെങ്കിൽ 6 മാസം ഉള്ള കുഞ്ഞിന് വീണ്ടും ജനിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. അപ്പോൾ നമ്മുടെ മിടുക്ക് കൊണ്ടല്ല എന്ന് പ്രത്യേകം നമ്മൾ അറിയണം. പലപ്പോഴും നമ്മുടെ മിടുക്കൊണ്ട് ഞാൻ ഏതാണ്ട് ഒത്തിരി പഠിച്ച് ഞാനങ്ങ് സ്നാനപ്പെട്ടുകൊണ്ട് ദൈവം എന്റെ മേൽ പരിശുദ്ധാത്മാവിനെ ചൊരിഞ്ഞു, എന്നെ വീണ്ടും ജനിപ്പിച്ചു എന്ന് പറയുവാനായിട്ട് നമുക്ക് അവകാശമില്ല എന്ന് വ്യക്തമായിട്ട് നമ്മൾ അറിയുക. അതുകൊണ്ട് 2 ജനനം, ജഡത്താലുള്ള ജനനം, ആത്മാവിനാലുള്ള ജനനം. പത്രോസിന്റെ വാക്കുകൾ എനിക്ക് വളരെ ഇഷ്ടം. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ശിഷ്യനാണ് അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ്. കർത്താവായ യേശുക്രിസ്തുവിനെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു ശിഷ്യൻ കൂടി. മറ്റുള്ളവരൊന്നും പറയാഞ്ഞപ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് തെളിച്ചു പറഞ്ഞത് പത്രോസ്. അപ്പോൾ പത്രോസിനോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ്, ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ തമ്പുരാനാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. ആ പത്രോസ് സ്നാനത്തെ പറ്റി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് പത്രോസ് അപ്പോസ്തലന്റെ ലേഖനം 1 പത്രോസ് 3-ാം അധ്യായത്തില് ഇപ്പോൾ നിങ്ങൾ സ്നാനപ്പെടുന്നത് ജഡത്തിന്റെ അഴുക്കുകൾ കഴുകിക്കളയുവാനല്ല. പോയി വെള്ളത്തിൽ മുമ്പ് ജഡത്തിന്റെ അഴുക്ക് കഴുകിക്കളയുവാനല്ല നിങ്ങളുടെ സ്നാനം എന്ന് ഓർപ്പിക്കുക. എന്നാൽ എന്താണ് സ്നാനം എന്ന് പത്രോസ് പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 1:23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ എന്ന് പറയുക. കെടുന്ന ബീജത്താൽ അല്ലാതെ കർത്താവായ യേശുക്രിസ്തു ഓർപ്പിക്കും. നമ്മുടെ ജഡത്താലുള്ള ജനനമല്ല. നമ്മുടെ ജഡത്താലുള്ള ജനനം നമ്മളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, നമ്മളൊക്കെ മരിക്കുന്നവര്. എന്നാൽ ഈ ജീവിതം വളരെ വിലപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ഈ ജീവനിലൂടെയാ നിത്യജീവനെ സ്വർഗത്തിലെ തമ്പുരാൻ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് കെടുന്ന ബീജത്താലല്ല. യു ഹാവ് born anew, not of perishable but of imperishable seed എന്ന് അവിടെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നശിച്ചു പോകുന്ന വിത്തിനാലല്ല. നശിക്കാത്ത വിത്ത് ഏതാ? പരിശുദ്ധാത്മ. അപ്പോൾ വീണ്ടും ജനിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ. അത് ദൈവത്തിന്റെ കൃപയാണ് എന്ന് നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ സ്നാനത്തെ പറ്റി അധികം വേവലാതിപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിനനുസരിച്ച് സഭയോട് ചേരുവാനുള്ള ഒരു കൂദാശ, സഭയോട് ചേരുവാനുള്ള സക്രമന്ത് നമ്മളൊക്കെ കഴിഞ്ഞവര്. ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇസഹാക്ക് 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുമ്പോൾ അത് ദൈവം നേരിട്ട് കൊടുത്ത ഒരു കൽപ്പനയാണ്. പത്രോസ് അപ്പോസ്തലൻ സ്നാനത്തെ പറ്റി പറയുമ്പോൾ സ്നാനത്തിനൊരു മുൻകുറി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രകാരം ഓർപ്പിക്കുന്നു. 1 പത്രോസ് 3 8 പേർ വെള്ളത്തിൽ കൂടെ കടന്നു, വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു, അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനത്തെ പറ്റി ഏറ്റവും അധികം മനസ്സിലാക്കിയ അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് പറയുന്നതാ. അവരുടെ ദേഹത്ത് വെള്ളം തൊട്ടില്ല. ഉണങ്ങിക്കിടുന്ന നിലത്തു നിന്ന് അവർ പെട്ടകത്തിലോട്ട് കയറി മഴ ആരംഭിക്കുന്നതിന് മുമ്പ് ഉണങ്ങിക്കിടുന്ന നിലത്തോട്ട് അവരിറങ്ങി. മഴ കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിന്റെ പ്രത്യേകതയൊന്നുമല്ല. ഞങ്ങൾ യെരൂശലേമിൽ പോയപ്പം ഞങ്ങളും കൊണ്ട് വെച്ചിട്ടുണ്ട് യോർദാൻ നദിയിലെ ഒരു കുപ്പി വെള്ളം. വെള്ളത്തിന് പ്രത്യേകത വല്ലതും ഉണ്ടോ? ഒരു പ്രത്യേകതയില്ല. ചിലരൊക്കെ പറയും അതിനകത്ത് സ്നാനപ്പെട്ടാൽ രക്ഷപ്പെടും. വെറുതെ. വെള്ളത്തിന് പ്രത്യേകതയൊന്നുമില്ല. സ്വർഗത്തിലെ തമ്പുരാന്റെ കൃപയാ നമ്മളൊക്കെ വീണ്ടും ജനിച്ചെങ്കിൽ അത് നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മുടെ മിടുക്കോ നമ്മുടെ നീതി പ്രവൃത്തികളോ നമ്മുടെ സാമർഥ്യമോ ഒന്നുമല്ല. സ്വർഗത്തിലെ തമ്പുരാന്റെ കൃപയാണ് നമ്മളൊക്കെ വീണ്ടും ജനിക്കുവാൻ കാരണമായി തീർന്നത് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അങ്ങനെ ആരെങ്കിലും ജനിച്ചില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ അയക്കണമേ, എന്നെ വീണ്ടും ജനിപ്പിക്കണമേ, അങ്ങയുടെ ഒരു പൈതലായി ജീവിപ്പാൻ. ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ജീവിതമല്ല എൻ്റെ.
വരും രാജ്യത്തിലും അങ്ങയോടൊപ്പം ജീവിപ്പാൻ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ അയക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ജീവിക്കാം. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. മറിച്ച് എത്ര പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയാലും ശരീരത്തിന്റെ അഴുക്ക് പോകുമെന്നല്ലാതെ ഗുണമൊന്നും വരികയില്ല. അതിന്റെ പുറകെ ഓടാതെ ദൈവസന്നിധിയിൽ താണിരിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഒരുപോലെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ വിശ്വാസത്തിന്റെ സത്യങ്ങളെ നിഖ്യാവിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏകഭർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകത്തിനു മുമ്പേ തന്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവൻ ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ. അവനാൽ സർവ്വം ഉണ്ടായി. മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ നിന്ന് മനുഷ്യനായി തീർന്നു. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നതിനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നതിനും പിതാവിൽ നിന്നും പുത്രനോടും കൂടെ ഒന്നിക്കപ്പെട്ട് മഹത്വപ്പെടുന്നതിനും കൊണ്ട് പരിച്ഛേദനമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകവ്യക്തിത്വത്തെ ഞാൻ അനുസരിക്കുന്നു. മനുഷ്യരുടെ പുനരുത്ഥാനത്തിലും പരലോകത്തിലെ ജീവനിലും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാൻ അറിയപ്പെടുന്ന സമയമാണ്. പ്രിയ ദൈവജനമേ, ചില കാര്യങ്ങൾ അറിയിക്കട്ടെ. ഇന്ന് പ്രഭാതത്തില് നെടുവേലിൽ രചിച്ച ഈ ലോകത്തിൽ നിന്ന് യാത്രയായി ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മൂത്ത മക്കൾക്ക് രണ്ടുപേർക്കും വരുവാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ വേദനയും ദൈവം അറിയുന്നുവല്ലോ. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്നലെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെട്ട പാലമ്പറമ്പിൽ ജോണിച്ച നിഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലൂടെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് സാധിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ രണ്ട് കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. സമയാസമയങ്ങളിൽ ഞങ്ങളെ ഈ ലോകത്തിലേക്ക് അയക്കുകയും അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങളെ തിരികെ വിളിക്കുവാൻ ഞങ്ങളുടെ ജീവന്റെ പേരിലും ശരീരത്തിന്റെ പേരിലും ആത്മാവിന്റെ പേരിലും അങ്ങേക്ക് അധികാരമുള്ളതിനായി സ്തോത്രം. പാറമ്പറമ്പിൽ ജോണിച്ചാനെ ഞങ്ങൾ ഓർക്കുന്നു. ആ സ്നേഹത്തിലും കരുതലിലുമായി സ്തോത്രം ചെയ്യുന്നു. തന്റെ സത്യസന്ധമായ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യും. മാതാവിനെ പ്രത്യേകം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ബലപ്പെടുത്തിക്കൊള്ളു. 3 മക്കളെയും കുടുംബമായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് നല്ല ശുശ്രൂഷ നൽകിയ സജിയെയും കുടുംബത്തെയും കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സാന്നിധ്യം തുടർന്നും അവരോടൊപ്പം ഉണ്ടാകും. നെടുവേലിൽ രചിച്ചാനെ ഞങ്ങൾ ഓർക്കും. കർത്താവെ, തന്റെയും ആഴമായ വിശ്വാസത്തിനായി സ്തോത്രം. ഭാര്യയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എണ്ണ പിരിയുന്നത് വേദനാജനകമാണ്. സ്വർഗീയ സാന്നിധ്യം കൂടെയിരിക്കും. അവരിൽ നിന്നും ലഭിച്ച നല്ല ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനം
3 മക്കളെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഉത്തമകളെ കുടുംബമായി സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. മകനായിട്ട് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവർക്ക് 2 പേർക്കും പിതാവിന്റെ മൃതശരീരം ഒരു നോക്ക് കാണുവാൻ പോലും സാധിക്കാത്ത കാലഘട്ടമാണ്. അവരെ അങ്ങയുടെ സമാധാനത്താൽ അങ്ങ് നിറച്ചുകൊള്ളുന്നു. ഇളയ മകളെയും കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും വേദനയിൽ ആശ്വാസമായി സമാധാനമായി കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ മരണവും ഞങ്ങളിലേക്ക് വിരലിച്ചുകൊണ്ട് ഞങ്ങൾക്കും ഇതുപോലെ ഒരു വേർപാടുണ്ടെന്ന് തിരിച്ചറിയും. അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ ഞങ്ങൾ രൂപാന്തരപ്പെടും എന്ന് തിരിച്ചറിയും. അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. വേദനിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ചു കൊള്ളണം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. കഴിഞ്ഞ മാസത്തെ ഇടവക ദൂതൻ എല്ലാവരുടെയും ഭവനങ്ങളിൽ എത്തിച്ചു എന്ന് വിശ്വസിക്കട്ടെ. ഞാരുടെയെങ്കിലും ഭവനങ്ങളിൽ എത്താതുണ്ടെങ്കിൽ സജി അത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എന്ന് ഓർമ്മിക്കും. അതിനകത്ത് പ്രത്യേകിച്ച് സജിയുടെ ഭവനത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ കൊണ്ട് ആവുന്ന പോലെ ആ ഭവനത്തിന് സഹായിച്ചാൽ അത് ഈ ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി എല്ലാവരെയും ആഹ്വാനം ചെയ്യും. മറ്റു ദശാംശത്തിന്റെ കവറുകളും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹിതം പോലെ അത് അർപ്പിക്കാവുന്നു. നമ്മുടെ ആഗ്രഹപ്രകാരം വെട്ടിയ ആ തോട്ടത്തിൽ തെങ്ങും തൈ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മിച്ചു. താല്പര്യമുള്ളവർക്ക് 500 രൂപ വീതം നൽകിയ നിങ്ങളുടെ പേരിൽ ഒരു തെങ്ങും തൈ അവിടെ നടുന്നതായിരിക്കും. നിങ്ങൾക്ക് തന്നെ അത് പരിപാലിക്കാനും നോക്കുവാനും ഒക്കെ സൗകര്യവും. നിങ്ങളുടെ പേരിൽ ഒരു തെങ്ങും തൈ പറമ്പിൽ നിൽക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി 1, 2, 3, 4, 5 തെങ്ങും തൈയോ ഒക്കെ ഓരോരുത്തർക്ക് സ്പോൺസർ ചെയ്യാം. നമ്മുടെ നിലം വെറുതെ ഇടുന്നതും പാപമാണ്. ദൈവം അധ്വാനിപ്പാനായിട്ട് നമുക്ക് നൽകിയത്, കാക്കുവാനായിട്ട് നമുക്ക് നൽകിയതാ ഈ ദേശം. പിന്നെ വെറുതെ ഇടുന്നതും പാപമാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥകളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് അതിലും സഹകരിക്കാം എന്ന് പ്രത്യേകം ഓർമ്മ. കോവിഡിന്റെ കാലഘട്ടമാണ്. ആരാധനയ്ക്ക് വരുന്നവരൊക്കെ ഗവൺമെന്റ് എല്ലാ നിയമങ്ങളും പാലിക്കണം എന്ന് പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കാം. നമ്മളിവിടെ നടത്തിയ ചടങ്ങുകൾ എല്ലാം വളരെ നിയമം പാലിച്ചു. ഒന്നും നിയമം പാലിക്കാതെ, നിയമം ഒന്നും തെറ്റിച്ചില്ല, വളരെ കർശനമായിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അതിന് സഹകരിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ശവസംസ്കാരം എല്ലാം ജനങ്ങൾ പറയുന്നത് അതുപോലെ അനുസരിക്കുകയുണ്ടായി. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 100 ചില്ലുവാനും പേർക്ക് ഇരിക്കാവുന്ന വലിയ പള്ളിയാണ്. നിങ്ങളിലൊക്കെ ആരാധനയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ അകലം പാലിച്ചു, കൃത്യമായും നിയമങ്ങൾ പാലിച്ചും ആരാധനയ്ക്ക് പങ്കെടുക്കണം. നമ്മളുടെ അലക്ഷ്യം കൊണ്ട് നമ്മൾക്ക് ഒരു കാരണവശാലും ദോഷം സംഭവിക്കാൻ പാടില്ല. നമ്മൾ ആർക്കും ദോഷമായി തീരാനും പാടില്ല. അതും നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പ്രാർത്ഥനയോടെ. കോവിഡ് ലോകത്തിലേറുക, പ്രത്യേകിച്ച് കേരളത്തിലേറുക. നമ്മുടെ ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കണക്കനുസരിച്ച് ഇനിയും അത് കൂടുതൽ വർദ്ധിക്കും. നമ്മൾ ആ വിവേകത്തോടെ കൈകാര്യം ചെയ്യും. ദൈവം നമുക്ക് വിവേകം നൽകിയിട്ടു ഒഴിഞ്ഞിരിപ്പാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ. എന്നാൽ സ്വർഗത്തിലെ തമ്പുരാന്റെ കൃപയെ ഈ കൊച്ചു വൈറസ് എങ്ങനെയും നമ്മളെ പിടികൂടും. വരുന്നില്ലെങ്കിൽ സ്വർഗത്തിലെ തമ്പുരാന്റെ കൃപയാണെന്നുള്ള ഓർത്തുകൊണ്ട് മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കും. നമ്മളൊക്കെ പാലോ പത്രമോ എങ്ങനെ വേണേലും ആകും. അതുകൊണ്ട് വരുന്നില്ലെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ. പ്രാർത്ഥനയോടെ ആയിരിക്കാം, മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കുക. ദൈവം നമ്മെ സഹായിക്കും. ബർത്ത്ഡേ, വിവാഹ വാർഷികം ആരെങ്കിലും കൊണ്ടാടുന്നെങ്കിൽ അവർക്ക് മുൻപോട്ട് വന്ന് കൂട്ടും. Lord
ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കിയിരിക്കുന്ന ഇവരെ നമുക്ക് താഴ്ത്തി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. ആയുസിന്റെ ദിനങ്ങളിൽ 1 വർഷം കൂടി കൂട്ടിച്ചേർക്കുവാൻ ദൈവം ഇവരെ സഹായിച്ചു. പ്രായം ഒരു മാനദണ്ഡമാണല്ലോ ദൈവസന്നിധിയിൽ എത്തുവാനായിട്ട്. ഭവനങ്ങളിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന, വിവാഹ വാർഷികം കൊണ്ടാടുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തി, എന്റെ സർവാന്തരങ്ങളുടെ വിശ്രാമത്തെ വാഴ്ത്തി. എന്മനമേ യഹോവയെ വാഴ്ത്തി, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്നേഹവാനായ ഞങ്ങളുടെ പ്രിയ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റും. കർത്താവെ, ഒരു പ്രാവശ്യം കൂടി അങ്ങേ ആരാധിപ്പാൻ, ഒരു പ്രാവശ്യം കൂടി ലഭിച്ച ആയുസ്സിന് നന്ദി കരയേറ്റുവാൻ അങ്ങയുടെ മക്കളെ അങ്ങ് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്കുള്ള സമസ്തവും അങ്ങയുടെ ദാനമാണെന്ന് കർത്താവ്. നന്ദിയോടെ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുകളെ മടക്കിയിരിക്കുന്ന എല്ലാ മക്കൾക്കുമായി സ്തോത്രം. കർത്താവെ, ഒരു സാക്ഷ്യം എന്നവണ്ണം ഇവർ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുകളെ മടക്കിയിരിക്കുന്നു. ഇവരുടെ മനോഭാവത്തെ അങ്ങ് സ്വീകരിക്കണം. ഇവരെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം. പുതിയ വർഷം മാത്രമല്ല, ജീവിതകാലം മുഴുവൻ അങ്ങയോടൊപ്പമായിരിക്കാൻ, അങ്ങയെ ധ്യാനിപ്പാൻ, മാനിപ്പാൻ, സേവിപ്പാൻ, അങ്ങയുടെ കൃപകളെ വർണ്ണിപ്പാൻ അങ്ങിവരെ സഹായിക്കണം. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണം. ഇവർ മുഖാന്തരം ഇവരുടെ കുടുംബം, സഭ, ദേശം എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും എല്ലാവരും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുന്നതാകട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം വേണ്ടി ഒരു പ്രാവശ്യം കൂടി വിശുദ്ധാലയത്തിൽ വരിക. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അതിനെ തരണം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാനുള്ള ഭാഗ്യം സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്നു. നമ്മുടെ മിടുക്കുകൊണ്ട് നമുക്ക് പലപ്പോഴും പലതിനെയും തടഞ്ഞു നിർത്തുവാൻ സാധിക്കുന്നു. എന്നാൽ യഹോവ ഞങ്ങളുടെ സങ്കേതവും ബലവുമാകും. കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് വിശ്വസിക്കും. അവൻ നമ്മുടെ സങ്കേതവും കോട്ടയുമാകുന്നു എന്ന് വിശ്വസിപ്പാൻ അവൻ നമുക്ക് ചുറ്റും കോട്ട കെട്ടി സൂക്ഷിക്കുന്നു. ആ വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായി ആരാധനയ്ക്കായി വന്നു ചേർന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലായിരിക്കാനുള്ള ഭാഗ്യവും പദവിയും സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്നു. നന്ദിയോടെ, സ്തോത്രത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായി കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യും. എത്ര അത്ഭുതകരമായി, എത്ര അതിശയകരമായി അവൻ നമ്മെ നടത്തി. എത്രയോ ബലഹീനതകള്, വീഴ്ചകള്, താഴ്ചകള് എല്ലാം ജീവിതത്തിൽ നേരിട്ടപ്പോൾ അതിനെ ഒന്നും ഓർക്കാതെ നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞു. നമ്മെ വീണ്ടെടുത്തല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യും. നമ്മെ കേൾപ്പിച്ച വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യും. കർത്താവെ, എന്റെ നീതി പ്രവൃത്തികളും എന്റെ മിടുക്കും കൊണ്ടല്ല അങ്ങ് എന്നെ ഈ ലോകത്തിൽ ജനിപ്പിച്ചത്.
അങ്ങനെ വീണ്ടും ജനിപ്പിച്ച് അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ കരുണയാണെന്ന് നമുക്ക് ഉള്ളം കൊണ്ട്, ഹൃദയം കൊണ്ട് ഏറ്റുപറയും. രണ്ട് ജനനമേ നമുക്കുള്ളൂ, ജഡത്താലുള്ള ജനനം, ആത്മാവിനാലുള്ള ജനനം. പലരും ജനിച്ചു, എന്നാൽ വളരുവാനായിട്ട് സാധിക്കും. എന്നെ ആത്മാവിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കും. നന്മ ചെയ്തുകൊണ്ട് ജീവിപ്പം, ദൈവത്തോടൊപ്പം ജീവിപ്പം, നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ ലോകത്തിലെ സ്നാനത്തിന്റെ പുറകെ പോവുകയല്ല, അത് ജഡത്താലുള്ള അഴുക്ക് കഴുകിക്കളയുവാനുള്ളതാണ് എന്ന്. ആത്മാവിലുള്ള ജനനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിലുള്ള എരിവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ആത്മാവിൽ എന്നെ ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. വന്നു ചേർന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാ ദൈവജനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. പല രോഗങ്ങൾ ഏറിക്കൊണ്ടിരിക്കും. അതിന്റെ മധ്യത്തിലും ഈ ദേശത്തെ ദൈവമേ അങ്ങയുടെ ഉള്ളം കരങ്ങളിൽ വഹിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കും. ഒരു തിന്മയും ആർക്കും സംഭവിക്കാതിരിപ്പാൻ അങ്ങ് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലെ രോഗികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. മാരകരോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, ദൂരങ്ങളിൽ കോവിഡിന്റെ പ്രയാസാൽ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവർക്കെല്ലാം ആശ്വാസവും സൗഖ്യവും സമാധാനവും ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു പലവിധ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർ, വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളാൽ ഇപ്പോഴും വലയുന്നവർ, ഇപ്പോഴും പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല, ഭവനങ്ങളിൽ നിന്ന് പുറത്തു പോകുവാൻ പോലും കഴിയാത്തവർ, അവരുടെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, സഹായം അഭ്യർത്ഥിച്ചു വരും. അവരെയൊക്കെ നമുക്ക് ഓർക്കും. കഴിയുമെങ്കിൽ അവരെയൊക്കെ സഹായിക്കാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. മോഡറേറ്ററെയും സഭയിലെ എല്ലാ അച്ഛന്മാരെയും എല്ലാ സഭാ ശുശ്രൂഷകരെയും കേരള മഹായിടവയുടെ തിരുമേനിയായിരിക്കും തോമസ് ടോമി തിരുമേനിയെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. പ്രത്യേകിച്ച് ഒരു ബിഷപ്പ് ഇലക്ഷനോടി നടക്കുവാനായിട്ട് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു. സമയാസമയങ്ങളിൽ ഇലക്ഷൻ നടക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരാൾ ആ സ്ഥാനത്ത് നിയോഗിക്കപ്പെടുക ഇടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, നമ്മുടെ ഇഷ്ടമോ നമ്മുടെ ആലോചനയോ അല്ല, ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വീണ്ടും നമ്മെ തന്നെ താഴ്ത്തിക്കരങ്ങളിലേക്ക്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ സഭയിലുമുണ്ട്. അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. ആ പ്രയാസങ്ങളിൽ നിന്നൊരു നീക്കുപോക്കുകൾ ദൈവം തീർച്ചയായിട്ടും നൽകും എന്നുള്ള വിശ്വാസത്തോടെ നമുക്കായിരിക്കും. എല്ലാ ആവശ്യങ്ങളെയും രണ്ടാമത്തെ ലിത്താനിയിൽ സംഗ്രഹിക്കും. ഓരോ പ്രാർത്ഥനയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശ്വക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.
സഭാമേൽത്തശ്ശന്മാർക്ക് വേണ്ടി എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ പ്രസാദം തിരുമേനിക്ക് വേണ്ടി ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമ സഭയുടെ മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും തോമസ് കേമൽ നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടി തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്ന അനാഥർക്കും വിധവമാർക്കും വീട് അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് ലഭ്യത പ്രകാശിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണ്ടക്കോണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവവൃത്തിയോടും കൂടി തന്റെ അന്നമില്ലാ സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെ ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ എന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ യോഗ്യതമൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തിരിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാൽ സമർപ്പിക്കാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സിനെ ഉണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളെല്ലാവരും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനും വിശ്വസംസർഗ ശുശ്രൂഷയ്ക്കുമായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സഹോദരത്തിനും വിശ്വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാം കൊണ്ട് പതിനായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും അവരെ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. സമാധാനത്തിന്റെ അടയാളമായ കൈശൂരി വാങ്ങി അനുഭവിക്കുക. സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. തമ്മിൽ തമ്മിൽ വണങ്ങി നമുക്ക് നമ്മുടെ സമാധാനം കൈ പ്രത്യാശാ ഗീതങ്ങളിൽ 20ാമത്തെ പ്രത്യാശ. Thank you.
നാം അർപ്പിച്ച ദാനങ്ങളെയും നമ്മെ തന്നെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് കേൾക്കാം. നിന്റെ പ്രിയപുത്രൻ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു തരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഈ ദാനങ്ങളെയും കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും മുട്ടുകൂടെ മടക്കിക്കാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരുവനാണ്. ഞങ്ങളുടെ വർദ്ധിക്കുമോ അപ്പം നിർബന്ധം നിന്നെ വെളിച്ചത്തിൽ തന്നു. നാളോട് പരിശുദ്ധാത്മാവ് ദൈവമായി കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്ന ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയെ വരുന്ന സകലത്തെ ഉണ്ടാക്കി മനുഷ്യനെ എന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ അധിപതമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവദൂതന്മാരോടും ഞങ്ങളെപ്പോൾ തന്നെ ആകാശവും ഇതിന്റെ മുഖത്തോട് നിലയിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മുഖത്തുനിന്ന് ശല്യം നിന്റെ മുഖത്തോട് നാമത്തെ പുഴത്തേയും മാറ്റപ്പെടുത്തുന്നു. കർത്താവിന്റെ നാമത്തിൽ വന്നവരും വരുവാനും മാറ്റപ്പെടുവാനാവുന്നു. പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു, നിസത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ യാത്രാ സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ കൈഞ്ഞെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിക്കാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ തന്റെ ഏക വെളിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്കായിട്ട് അധികമായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം നിന്റെ ബലിയേറെ മഹത്വം ചെലവിടാനുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശ്വശേഷി നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും. അത്താഴം കഴിഞ്ഞ ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിക്കും. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനാണ് ചൊല്ലപ്പെടുന്നത് പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകും. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. നിന്റെ മരണത്തെ കൊണ്ടാടുന്നു, നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വലിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു, പിതാവേ, ഞങ്ങളെ നിന്റെ വിധാനങ്ങളായ അപ്പത്തെയും ഇതിനെ എന്തെടുത്താൽ
സ്വീകരിച്ചു. ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മെസ്സിയാനുടര നമ്മിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടിയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിനയത്തോടെ നമുക്ക് ഒരുമിച്ച് അപേക്ഷിക്കാം. കരുണയുള്ള കർത്താവ്, ഞങ്ങൾ നിന്റെ പരിമിതമായ കൃപയ്ക്കെല്ലാം നമ്മുടെ സ്വന്തം എപ്പോഴും കർമ്മശീല സ്വഭാവമുള്ള കർത്താവ്. അതുകൊണ്ട് കൃപയുടെ കർത്താവേ, ഞങ്ങളുടെ പാവശരീരങ്ങളും ആത്മാക്കളും ഇഷ്ടപുത്രനായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും ശരീരത്താലും രക്തത്താലും ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങൾ അവരിലും ഞങ്ങളിലും എപ്പോഴും വസിക്കാൻ തക്കവണ്ണം ഞങ്ങൾ അവരുടെ മാംസത്തെ ഭക്ഷിക്കുകയും അവരുടെ രക്തത്തെ കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ജീവന്റെ അപ്പമാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം. സത്യമെന്തില്ലാതെ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുമേശയെങ്കിലേക്ക് അടുത്തു വരികയും
ശരീരത്തിന്റെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിനായി ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, എന്റെ വാത്സല്യ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായേ, ഞങ്ങൾക്ക് പാപമോചനവും നിത്യനെ കുറിച്ചുള്ള വാഗ്ദാനവും നൽകിയിരിക്കും. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കൾ ജീവനും വിശുദ്ധിയുടെ ആത്മാക്കളൊക്കെ സമർപ്പിക്കുന്നു. നമ്മൾ ഈ ലോകത്തിന് അനുഭവപ്പെടാം നല്ലത് പൂർണ്ണമായ ദൈവം തിരിച്ചറിയാൻ അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ നിന്നെ അനുസരിക്കും. ഭൂമിയിൽ നിന്ന് സ്വർഗീയരാക്കി എന്റെ സകലവിശ്വമാരെ സന്തോഷിക്കുന്നത് അപേക്ഷണമെന്ന് അപേക്ഷിക്കുന്നു. അവനോടും പരിശുദ്ധാത്മാവിനോട് കൂടി എന്നേ ഏകദൈവമായി ജീവിച്ച് വാഴുന്നുവല്ലോ. ആമേൻ. നമ്മുടെ ദൈവത്തിലേക്കും സ്തുതിയും മഹത്വം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തെ അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിവിലും സ്നേഹത്തിലും നിങ്ങളെയും നിങ്ങളുടെ മനസ്സുകളെയും കാക്കട്ടെ. പിതൃപുത്ര പരിശുദ്ധമാന്ത്രിക ദൈവത്തിന്റെ അനുഗ്രഹവും കാവലും നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലാം ഇപ്പോഴും നിങ്ങളോടുകൂടെ എനിക്ക് മാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.
നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ.